സ്റ്റിച്ച് ചെയ്യാനിരുന്നിട്ട് അങ്ങനെ നേരം വൈകിട്ട് അറിഞ്ഞില്ല കേട്ടോ. 3:45 കഴിഞ്ഞപ്പോഴാണ് നമുക്ക് 4 മണി ചായ ഉണ്ടാക്കണമല്ലോ എന്നല്ല ഓർമ്മ വന്നത്. പിള്ളേർ വരുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടണമല്ലോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്യലൊക്കെ അവിടെ ഇട്ടിട്ട് നേരെ നമ്മൾ കിച്ചണിൽ പിള്ളേർ വരുമ്പോഴേക്ക് എന്തെങ്കിലും നമുക്ക് ചടപടേന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് 2-3-4 തവി മൈദ, ഒരു നുള്ള അരിപ്പൊടി, പിന്നെ കളറിന് പകരം മഞ്ഞപ്പൊടി ഇട്ടാൽ മതി, പാകത്തിന് ഉപ്പ്, പഞ്ചസാര, പിന്നെ എള്ള് എല്ലാം കൂടെ ഇട്ടിട്ട് നമ്മളിതാ വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്റർ പോലെ റെഡിയാക്കി വെച്ചു. ഇനി നമ്മൾ ബ്രെഡ് നടു കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ ഒരു ത്രികോണാകൃതിയിലാക്കി വെച്ചിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ബ്രെഡിൻ്റെ 2 പീസാക്കി വെച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. എന്നിട്ട് മാവിൽ മുക്കിയിട്ട് നമ്മൾ വറുത്ത് കോരി ഇങ്ങനെ എടുത്താൽ നമ്മുടെ ബ്രെഡ് പൊരിച്ചത് റെഡിയായി. ഇത് മതിയിട്ട്. അപ്പോൾ ഇന്നത്തെ തൽക്കാലം നമുക്ക് കണ്ടുപിടിയിടാൻ വേണ്ടിയിട്ട് ബ്രെഡ് നമ്മൾ തലേദിവസം കൊണ്ടുവന്ന് വെച്ചത് പനിയൊക്കെ ആയിട്ട് ഇവിടെ ഇരിപ്പുള്ളതാണ്. ഇനി വെച്ച് കഴിഞ്ഞാൽ അത് പൂത്തു പോകും. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ വേഗം കഴിച്ചോളും ചെയ്യും കേട്ടോ. പൊരിക്കടിയല്ലേ, എണ്ണക്കടിയല്ലേ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. ഇതെപ്പോഴും നമ്മൾ എണ്ണക്കടിയൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മിച്ചം വരുമ്പോൾ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ തട്ടിക്കൂട്ട് എന്തെങ്കിലുമൊക്കെ വറുത്ത് കോരിയെടുക്കും. നമ്മുടെ ബ്രെഡ് പൊരിച്ചതും കട്ടൻ ചായ റെഡിയായി. ഇനി കണ്ണൻകുട്ടി വന്നിട്ടുണ്ട്. ഞാനും കണ്ണൻകുട്ടിയും കൂടി ഇരുന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പൂജിറ്റി വന്നിട്ടില്ല, അവൾക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.